ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറാമിൽ നിന്ന് വാദിഷോക്ക ഹൈക്കിങ്ങിന് പോകണം. കുറേ ആളുണ്ട്, 10-12 ആൾക്കാരുണ്ട്. നമ്മളെ 2 വണ്ടിയിലാണ് പോകുന്നത്. കറാമ ADCBൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈസ്, നമ്മളെ കപ്പലെത്തിയിട്ടുണ്ട്. ഇന്ന് കപ്പലിലെ യാത്ര. ആകെ 8 ആൾ, ഇതിലും ഒരു 4 ആൾ വേറെ വണ്ടിയുണ്ട്. Guys, we have a perfect professional Formula 1 driver. His name called Rajesh. And we just started from the ADCB Karama. Rajesh is looking to so VIP. നല്ല പച്ച ക്യാപ്പെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളെ സെക്കൻഡ് ടീം എത്തിക്കൊണ്ട്. അതിശോക്ക ഹൈക്കിംഗ് ട്രെയിൽ പോയിൻ്റ് A1. ഇതാ ഇവിടെ A1 ഹൈക്കിംഗ് പോയിൻ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റോഡാണ്. അതായത് നടക്കാൻ പറ്റും, എന്നാൽ ഓഫ് റോഡുമാണ്. ഇതാണ് നമ്മളെ ഇതുവരെ ട്രെയിൽ വരുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ തന്നെ കയറി വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇതുവരെയൊക്കെ ഹൈക്കിങ്ങിന് വന്ന ടീമാണെന്ന് തോന്നുന്നു. ഇവിടെ ടെൻ്റൊന്നും അടിച്ചിട്ട് കാണുന്നില്ല. എല്ലാവരും വെയിറ്റിങ്ങിലാണ് കയറാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരെ കാണുന്നുണ്ട് ഏകദേശം. അപ്പോൾ ഫസ്റ്റത്തെ മലേൻ്റെ ആദ്യത്തെ ഘട്ടം ഒരു വഴിയാണ്. പിന്നെ ഇതും താഴെ ഇപ്പം ചവിട്ടുന്ന നിലയൊക്കെ ഉറച്ചിട്ടുള്ള നിലയുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ വരുന്ന ഒരു റൂട്ടുണ്ടായിന്. നമ്മളത് ചൂസ് ചെയ്തില്ല. നമ്മൾ പോയിൻ്റ് A എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പോയിൻ്റ് B ആണെന്ന് തോന്നുന്നത്. എക്കോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമുക്ക് ട്രെയിൽ മാറ്റി പിടിച്ചിട്ട് ഓഫ് റോഡ് പോകണമെന്നുണ്ട്. സേഫ്റ്റി ഫസ്റ്റ്. ഇപ്പോൾ രാജേഷിൻ്റെ ആഗ്രഹപ്രകാരം നമ്മുടെ ട്രാക്ക് മാറ്റി പൊളിശേരത്തിൻ്റെ റൂട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വഴിയിൽ നിന്നെല്ലാം മാറി കല്ലുമുള്ളിലാണ് ഇങ്ങനെ കിഴിഞ്ഞ് വരുന്നത് അല്ല. അപ്പം എവിടെ എത്തിയിട്ടില്ല. ചന്ദ്രനെ സൂര്യനെ ഒന്നിച്ച് കിട്ടുമെന്ന് തോന്നുന്നു. ചന്ദ്രൻ പോയില്ല, സൂര്യൻ വന്നിട്ടുമില്ല. മിക്കവാറും രണ്ടൊരു വ്യൂ കാണിച്ചു തരാം. ഇത് കുറച്ച് ദൂരത്തുനിന്നുള്ള വ്യൂ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഫുള്ളായിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഗൈസ്? നമ്മളെ ടീമിനെ നയിക്കുന്നത് പ്രൊഫഷണൽ ഹൈക്കറായ ശാലിനിയാണ്. പിന്നെ പറയാനുള്ള ഗൈസ്, ഞാനിവിടെ ഫസ്റ്റ് ലാൻഡ് ആയ സമയത്ത് തന്നെ നമുക്ക് കാറ് പാർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാസർഗോഡിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിന്. ഇതാണ് പ്രത്യേകത. എവിടെ പോയാലും നമ്മളെ ടീം ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട്. ഇവിടെ വന്നിട്ട് അവരൊക്കെ ഫുഡെല്ലാം കഴിച്ചത്. നമ്മൾ പിന്നെ ഇപ്പം ഫുഡൊന്നും കഴിച്ചിട്ട് നമ്മളെ ഫുൾ എനർജറ്റിക്കലേ ഇല്ല. അതുകൊണ്ട് ഇപ്പം അധികം ബൂസ്റ്റ് ചെയ്യുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കെന്താ കഴിക്കാം. No, got the taste. I was just waiting. How is it? No, I can do it or not. Guys, hiking പോള് കൊണ്ടുവന്നില്ല. ഇത് ഫസ്റ്റ് ടൈം ഹൈക്കിങ്ങിന് വരുന്നതുകൊണ്ട് അറിയില്ല. എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം എല്ലാ സൈഡും നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് സൺലൈറ്റ് ഉണ്ട്. ഇതാ മൂന്ന് ഏകദേശം ഇപ്പം അടുത്തുണ്ട്. അത്ര പോയി. ഇത് കച്ചറക്കായി അയ്യേ ബ്രേക്കിംഗ് ദിസ് വൺ മൈൻ ഇറ്റ്സ് ദ ടോപ്പസ്റ്റ്. അപ്പോൾ നമ്മളെ A5ലേക്ക് എത്താൻ പോയി. പിന്നെ കുറച്ചും കൂടി A5ലെത്തി നമ്മൾ തിരിച്ച് റൗണ്ട് ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്താണ് നമ്മൾ തിരിച്ച് വന്നത്. സൂപ്പർ വ്യൂസ്, എന്ത് രസം അറിയോ. ഇപ്പോൾ താഴെ എത്തി. മൗണ്ടൈൻ ഒന്നും കഴിഞ്ഞ് റൗണ്ട് അടിച്ച് വന്ന് ഐ ആം പവർഫുൾ. യെസ്. നമ്മൾ ഈ പോയിന്റിന്റെ A1, A2, A3, A4 ഇങ്ങനെ കവർ ചെയ്ത് A5ൽ ഇപ്പോൾ ലാസ്റ്റ് A6 എത്തിയിട്ടുണ്ട്. കുറച്ച് ബാക്കോ. ഈ A6 നമുക്ക് 2 റൂട്ടുണ്ട്. ഈ ഗ്രീൻ ലൈനിൽ വരുന്നത് നമ്മൾ നെറ്റിലടിക്കുമ്പോൾ നോർമൽ ടെറൈനാന്ന് പറഞ്ഞത്. അത് ഈസി വേ ആയിട്ട് നടന്നിട്ട് പോകാൻ പറ്റുന്നത്. ബ്ലൂ ലൈൻ കുറച്ച് ഹാർഡ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ A6 നമ്മൾ ഇത് ഇപ്പോൾ ചൂസ് ചെയ്യുന്നില്ല. എല്ലാവരും ഏകദേശം ടയർഡായി എന്ന് പറയുന്നു. അവിടെ നമ്മൾ A6 ബാക്ക് ടു നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന റൂട്ട്. ഇവിടുന്ന് A6 to I5 ഇങ്ങനെ നമുക്ക് താഴെ അങ്ങ് അവിടെ ഒരു വണ്ടി ടെൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ലോങ്ങിൽ നമ്മളെ ബാക്ക് സൈഡിലെ ഹട്ട്
താഴേക്ക് വലിയ കൊക്ക, നമ്മളതിൻ്റെ സൈഡിലേക്ക് കൂടി നടക്കുന്നു. കാണണോ? ഇതൊക്കെ കാണണോ? ഇതൊക്കെ കണ്ട് ഞാൻ താഴെ വീണാലോ. ഇത് A7. അപ്പം A8ലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിൻ്റെ മേലേക്ക് പിന്നെയും കയറാനുള്ളത്. ഇത് ഏകദേശം നമ്മുടെ താഴെ പോയിന്റിൽ, അതായത് നമുക്ക് 2 പോയിന്റ് ഉണ്ട് അതിന് മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒന്ന് സ്റ്റെപ്പ് ഇപ്പോൾ താഴെത്തി, സ്റ്റെപ്പ് ഇറങ്ങി താഴെത്തി. ഇപ്പോൾ ഡാമിൻ്റെ അവിടെ എത്തി. വണ്ടി അപ്പുറത്ത് വെച്ചിട്ടില്ല. ശരി, അവിടെ കണ്ടു താഴെ എത്തി. നമ്മൾ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ, ഏകദേശം കുറേ ടൈം സ്പെൻഡ് ചെയ്താൽ. നമ്മളെത്താ പോവാ കാണുന്ന പോയിന്റിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതേപോലെ നമ്മൾ തിരിച്ചിട്ട് ഇതേപോലെ വന്ന റൂട്ട് നമ്മൾ ഡാമിൻ്റെ അതിലേക്ക് കൂടെ ഇറങ്ങിക്കൊണ്ട് നമ്മൾ ഇതിലേക്ക് കൂടെ ഇറങ്ങി. നമ്മൾ പാർക്കിംഗ് വെച്ച സ്ഥലം, അതായത് അങ്ങ് നമ്മൾ വാദിഷോക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് വരുന്നത് റൈറ്റ് സൈഡിൽ. ഇപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ വരുന്നത് എങ്കിൽ റൈറ്റ് സൈഡിലാണ് ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിലാണ് നമുക്കിൻ്റെ വേ വരുന്നത്, ഹൈക്കിങ്ങേ അല്ല. അപ്പോൾ വാദിഷോക്കിൻ്റെ റൗണ്ട് അബൌട്ടിൻ്റെ ഒരു 50 മീറ്റർ ബാക്ക് സൈഡിലാണ് നമ്മൾ ഹൈക്കിങ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു 11 o'clock നമ്മൾ കറാമല ലാൻഡ് ചെയ്തു. 11 o'clock കറാമല ലാൻഡ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ റൂമിൽ തിരിച്ചെത്തി. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതുവരെ ഹൈക്കിങ്ങിനൊന്നും പോയില്ല. ദുബൈയിൽ ഫസ്റ്റ് ടൈമാണ് ഹൈക്കിങ്ങിന് പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. വാദിഷോക്കൊക്കെ ഭയങ്കര നോർമലായിട്ടുള്ള ട്രാക്കാണ്. ഏകദേശം ഒരുവിധമൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം സമയം കിട്ടുമ്പോൾ ഒന്ന് പോകണം, കാണണം. അങ്ങനെ എന്താ പറയുക, ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോരു നല്ലൊരു ഹാപ്പിനെസ്സിലൊരു ആക്ടിവിറ്റീസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചാണെന്ന് തോന്നുന്നു, നല്ല രസമുണ്ടായിരുന്നു. 14 കിലോമീറ്ററൊന്നും നമ്മൾ മൊത്തം കവർ ചെയ്താണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ.